നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ് 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ച് 4 പുതിയ നിയമസംഹിതകളാക്കി മാറ്റിയത്. ഈ മാറ്റങ്ങൾ തൊഴിലുടമകൾക്ക് ബിസിനസ് നടത്താൻ എളുപ്പമാക്കുമെന്നും തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ശക്തമായ വിമർശനങ്ങളുമുണ്ട്. 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതിയില്ലാതെ പിരിച്ചുവിടൽ നടത്താനുള്ള സ്വാതന്ത്ര്യം, വർദ്ധിപ്പിച്ച ജോലി സമയം, യൂണിയനുകളുടെ അവകാശങ്ങളിൽ മേലുള്ള നിയന്ത്രണങ്ങൾ, ഇതെല്ലാം തൊഴിലാളി സുരക്ഷയ്ക്ക് ഭീഷണിയാണോ? തൊഴിൽ നിയമങ്ങൾ മാറുമ്പോൾ തൊഴിലാളിക്കോ തൊഴിലുടമയ്ക്കോ നേട്ടം? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖർ, CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, BMS ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവർ. ആദ്യം ഡോക്ടർ മേരി ജോർജ്, 29 നിയമങ്ങൾ 4 ചുരുക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ എന്തു മാറ്റമുണ്ടാകും? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ തരുന്ന അഭിപ്രായം അനുസരിച്ച് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉയർത്തും. അങ്ങനെ ഇന്ത്യയിലേക്ക് സ്വകാര്യ കോർപ്പറേറ്റ് മേഖലയും അതുപോലെ തന്നെ വിദേശ നിക്ഷേപവും, അതായത് ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മൂലധനം, അതുപോലെ വിദേശ മൂലധനം, ഇത് രണ്ടും കൂടുതലായിട്ട് എത്തിച്ചേരും. അങ്ങനെ നമ്മൾ 2047 ആകുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോ ഈ G20 രാഷ്ട്രങ്ങളുടെ തന്നെ ഒരു സമിതി, അവർ നിയോഗിച്ച ഒരു സമിതി പഠിച്ച ഒരു പഠന റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി, പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? 2019 2024 ഇടയ്ക്ക് CEO, അതായത് കോർപ്പറേറ്റുകളുടെ CEOമാരുടെ ശമ്പളത്തിൽ 50% വർധനവുണ്ടായപ്പോൾ ഈ കാലഘട്ടത്തിൽ സാധാരണ തൊഴിലാളികളുടെ ശമ്പളത്തിൽ 1% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അതേസമയത്ത് നമ്മൾ ഈ ശമ്പള വർധനവിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അതൊരു വിലക്കയറ്റം, അതായത് പ്രൈസ് റൈസ്, അത് എത്ര ശതമാനം ഉണ്ട് എന്ന് ഓർക്കണം. വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലാണ് പ്രൈസ് റൈസ്. പക്ഷെ എല്ലാ രാജ്യങ്ങളിലും 1% വളരെ മുകളിലാണ് പ്രൈസ് റൈസ്. ജെയിംസിന് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ വന്നത് 0.25% ആണ് ഉപഭോക്തൃ വില കയറ്റം എന്ന് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ശരിയല്ലെന്ന് IMF തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു. അതായത് IMFന്റെ പഠനം അനുസരിച്ച് ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചിക 7.5% നിൽക്കും. ആ IMFന്റെ പഠനം പോലെ തന്നെയുള്ള ഒരു വില സൂചികയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനവും പുറത്തുവിട്ടത്. അപ്പൊ അതിൽ നിന്ന് നാം എന്താണ് എടുക്കേണ്ടത്? ഈ സാധാരണ തൊഴിലാളികളുടെ ശമ്പളത്തിൽ 1% വർധനവുണ്ടാകുമ്പോൾ, അതായത് ഉപഭോക്തൃ വില നിലവാരത്തിൽ 7% വർധനവുണ്ടായാല് ഈ പറയപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത നിലവാരം താഴേക്കോ മുകളിലേക്കോ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ അവസ്ഥ വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നിലവിൽ വരുന്നത്. അത് ഓർക്കണം.
ബോൾഷെവിക് റവല്യൂഷൻ 1917 ബോൾഷെവിക് റവല്യൂഷനും ഒക്കെ കഴിഞ്ഞ് ആ മാർക്സിയൻ ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസിലാണ് 1919 അതായത് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ വന്ന ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ആ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന 2000 ആണ്ടിൽ കൊണ്ടുവന്ന ഒരു പിന്നെ ലേബർ കോഡ് ഉണ്ട്. അതായത് ഡീസന്റ് ലേബർ കോഡ്, അതായത് മാന്യമായ തൊഴിലിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അതിന് 4 പിന്നെ നോംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2000 കൊണ്ടുവന്ന ഈ 4 നോംസ് 2010 ഇന്ത്യ അതിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ആ നോംസില് ഒരു പക്ഷെ ആ നോംസിന്റെ കട പിടിച്ചായിരിക്കാം ഇപ്പൊ നമ്മളൊരു 4 ലേബർ കോഡ്സ് കൊണ്ടുവന്നത്. എന്താണ് ILO പറഞ്ഞത്? മാന്യമായ വേതനം. ഒന്നാമത്തെ കാര്യം അതാണ്, മാന്യമായ വേതനം. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഈ മാന്യമായ വേതനം എന്ന് പറയുന്നതിന് പല എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റും. ഇന്ത്യയിലെ എക്സ്പ്ലനേഷൻ വളരെ വികലമായ എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് ഈ ലേബർ കോഡിന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അത് തൊഴിലാളി വിരുദ്ധമാണ്, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തരത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒന്നാമത്തത് മാന്യമായ വേതനമാണ്. മാന്യമായ വേതനം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ, ആ തൊഴിലാളിയുടെ കുടുംബത്തിന് നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഇതായിരിക്കണം. രണ്ടാമത്തെ ലേബർ കോഡിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് പിരിച്ചുവിടാൻ, അതായത് എംപ്ലോയ് ചെയ്യുക, പിരിച്ചുവിടുക. അത് ഇപ്പൊ നേരത്തെ മിസ്റ്റർ ജെയിംസ് തന്നെ പറഞ്ഞു, നേരത്തെ 100 തൊഴിലാളികൾ വരെ ഉള്ളിടത്ത് ഗവൺമെന്റിന്റെ അനുവാദം കൂടാതെ പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു. ഇപ്പൊ അത് 300 വരെയൊക്കെ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം ഈ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണ്, തൊഴിലാളി സ്നേഹമല്ല. ഇത് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള. അപ്പൊ ILO പറഞ്ഞ രണ്ടാമത്തത് ഫിക്സിറ്റി ഓഫ് ലേബർ ആണ്. അതിവിടെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. മൂന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് ഡയലോഗാണ്. അതായത് യൂണിയനൈസ് ചെയ്യാനും അവരവരുടെ, അതായത് തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളെ പറ്റി മാനേജ്മെന്റുമായിട്ട്, കോർപ്പറേറ്റുകളുമായിട്ട് സംവദിക്കാനും ഉള്ള അവകാശമാണ് മൂന്നാമത്തെ ഡയലോഗ് എന്ന് പറയുന്ന അവകാശം. നാലാമത്തെ അവകാശം എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അതായത് സ്ഥിരമായ തൊഴിലുണ്ടാവുക, ആ തൊഴിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് 60+ വാട്ട് എവർ ഇറ്റ് ബി, ആ സമയത്ത് അവർക്ക് പെൻഷൻ ഉണ്ടാവുക. ഈ 4 കണ്ടീഷൻസ് ആണ് ILO ഡിമാൻഡ്സ് ആയിട്ട്, നോംസ് ആയിട്ട് 2000 കൊണ്ടുവന്നത്. ആ നോംസിലാണ് ഞാൻ 2010 ഇന്ത്യ സൈൻ ചെയ്തത്. അപ്പൊ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിൽ ഈ കോഡുകളുടെ, ഈ 4 കോഡുകളുടെയും അകത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് തൊഴിലാളി സൗഹൃദം എന്നതിലുപരി തൊഴിലാളി വിരുദ്ധമായ ഒരുപാട് ഫാക്ടേഴ്സ് അടിഞ്ഞു കൂടിയിരിക്കുന്നു എന്ന്. ശരി ഡോക്ടർ മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ടീച്ചർ പറഞ്ഞതുപോലെ 300 തൊഴിലാളികളുടെ പരിധി നിശ്ചയിച്ചത് തൊഴിലുടമകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിലാണ് ആ വ്യവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡുമായിട്ട് ബന്ധപ്പെട്ട് 12 ഇന ആക്ഷേപങ്ങളാണ് BMS ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം ഇത് തന്നെയാണ്. കഴിഞ്ഞ 21-ാം തീയതി പാർലമെന്റിൽ വൈകുന്നേരം 4 മണിക്ക് മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര തൊഴിൽ മന്ത്രി ഇത് പാർലമെന്റിൽ പ്രഖ്യാപിക്കുമ്പോൾ, നിയമങ്ങൾ നടപ്പായതായി നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് തന്നെ കാലത്ത് ഈ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. ഇതിൽ BMSനുള്ള ആശങ്ക, ഈ 300 ഇന്നലെ വരെ അതിനൊരു ഉണ്ടായിരുന്ന വ്യവസ്ഥ 100 ആയിരുന്നു. അപ്പൊ ആ 100 എന്നുള്ളത് ത്രെഷോൾഡ് 300 കൂട്ടിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതിലൊരു മാറ്റം ഉണ്ടാകണം. അതാണ് BMSന്റെ അഭിപ്രായം. ഈ അഭിപ്രായം രേഖാമൂലമായി അദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ റൂളിംഗ് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ അവരുടെ പരാതികൾ എഴുതി കൊടുക്കുന്നതിന് അവസരം ഉണ്ടാവും. ഇതിന്റെ ചാനൽ ഓപ്പൺ ആയിരിക്കും. ഈ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ പാർലമെന്റിൽ പുതിയ നിയമനിർമ്മാണം 45 ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടുവരാമെന്നൊരു ഉറപ്പുകൂടി തന്നിട്ടുണ്ട്. വാസ്തവത്തില് മറ്റ് 2 കോഡുകളായി ഈ നമ്മുടെ
സോഷ്യൽ സെക്യൂരിറ്റി കോഡും അതുപോലെ വേജ് കോഡും. ആ 2 കോഡുകളിലും വളരെ ആകർഷകമായ ആനുകൂല്യങ്ങളാണ് ജീവനക്കാർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ വരെ വെറും ഷെഡ്യൂൾ വിഭാഗങ്ങളിൽ പെടുന്ന നോൺ ഷെഡ്യൂൾ എന്ന് വകതിരിച്ചുകൊണ്ട് 1952 വന്ന മിനിമം വേജ് നിയമം, ആ നിയമം കഴിഞ്ഞ 75 വർഷങ്ങൾക്ക് ശേഷം കേവലം 7% ആളുകൾക്ക് മാത്രമാണ് മിനിമം വേജ് കിട്ടുന്നത്. അപ്പൊ 7% തൊഴിലാളികൾക്ക് മാത്രം കിട്ടുന്ന മിനിമം വേജ് രാജ്യത്ത് വ്യാപകമായി 100% തൊഴിലാളികൾക്കും ഷെഡ്യൂള് നോൺ ഷെഡ്യൂൾ വ്യത്യാസമില്ലാതെ അത് കൊടുക്കുന്നു എന്ന് പറയുന്നതിനെ BMS അങ്ങേയറ്റം സ്വാഗതം ചെയ്യാണ്. മാത്രമല്ല, മിനിമം വേജുമായിട്ട് ബന്ധപ്പെട്ട് പല സുപ്രധാനമായ തീരുമാനങ്ങളും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം, മിനിമം വേജ് രാജ്യത്ത് ആകമാനം നടപ്പാക്കുമ്പോൾ മിനിമം വേജ് കൊടുക്കാത്ത സ്ഥാപനങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരം കൊണ്ടുവന്നിട്ടുണ്ട്. മിനിമം വേജിന് വേണ്ടി നാഷണൽ മിനിമം വേജ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ത്രികക്ഷി സംവിധാനം, അത് മാനേജ്മെന്റ് പ്രതിനിധിയും ഗവൺമെന്റും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടുന്ന രാജ്യത്ത് ഒരു മിനിമം വേജ് അഡ്വൈസറി ബോർഡ് രൂപവൽക്കരിക്കുകയും അവര് നിശ്ചയിക്കുന്ന കൂലിയേക്കാൾ കുറഞ്ഞ വേതനം ഒരു സംസ്ഥാനത്തും കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടിയ വേതനം കൊടുക്കുന്നെങ്കിൽ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, കൂടുതൽ വേതനം കൊടുക്കാനുള്ള പ്രിവിലേജസ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മിനിമം വേജുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോഡ് ഓൺ വേജസിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും വന്നിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷയെ സംബന്ധിച്ചും ആ കാര്യത്തില് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ഈ പ്ലാറ്റ്ഫോം ഗിഗ് വർക്കേഴ്സ്, ഉദാഹരണത്തിന് സൊമാറ്റോ, യൂബർ, ഓലെ തുടങ്ങിയ വിഭാഗത്തിൽ വെറും ആപ്പിനെ ബേസ് ചെയ്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അവർ. അവർക്ക് ഇത് ആരാണ് മുതലാളി എന്ന് അറിയില്ല. ഇനിയൊരു നാഷണൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഇന്ത്യയിൽ അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ ആകെ വിസ്തീർണ്ണത്തിന്റെ 1 to 2% രാജ്യത്ത് കെട്ടിവെച്ചാൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യവസ്ഥയുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു UAN നമ്പർ ഇഷ്യൂ ചെയ്യും. അവർക്ക് നാളെ ESI, PF, ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യം കിട്ടുമെന്നാണ് വ്യവസ്ഥയിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി കോഡിനെ സംബന്ധിച്ചും കോഡ് ഓൺ വേജിനെ സംബന്ധിച്ചും അത് സുപ്രധാനമാണ്, ചരിത്രപരമാണെന്ന് BMS വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 300 എന്ന ത്രഷോൾഡിൽ സ്ഥാപനങ്ങളെ മുതലാളിമാർക്ക് ഏകപക്ഷീയമായി പൂട്ടാമെന്ന വ്യവസ്ഥയെ BMS ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. 12 മണിക്കൂറാക്കാനും മറ്റും അനുവാദം കൊടുക്കുന്ന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. ഇതിനോടൊക്കെയുള്ള BMSന്റെ പ്രതികരണം എന്താണ്? അത് വളരെ തെറ്റിദ്ധാരണ പറയുന്നതാണ്. അതിപ്പോ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിനകത്താണ് ഈ ടൈമിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അതിന്റെ തുടക്കം തന്നെ ദർ ഷുഡ് ബി 8 hours in a day എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പൈലറ്റ് വിമാനം പറത്തുന്ന സമയത്ത്, അയാൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പകുതി വഴിക്ക് വിമാനം നിർത്തിപ്പോകാൻ പറ്റില്ല. ഒരു തീവണ്ടി എഞ്ചിൻ ഓടിക്കുന്ന ആ ഡ്രൈവർക്ക് അദ്ദേഹത്തിന് പകുതി വഴിയിൽ എഞ്ചിൻ ഓഫ് ആക്കി പോകാൻ പറ്റില്ല. KSRTCയിലെ ഡ്രൈവർക്ക് കഴിയില്ല. അപ്പൊ നിശ്ചിത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കാണ് ഈ പറയുന്ന സ്റ്റേ ബാക്ക് പറയുന്നത്. അത്രയും സമയം ജോലി ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. പക്ഷെ ഒരാഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പണിമുടക്കുന്നതിന് 60 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇല്ല 14 ദിവസം നോട്ടീസാണ് വേണ്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞൊന്ന് പൂർത്തിയാക്കട്ടെ. ഇപ്പൊ കേരളത്തില് KSRTCയിൽ ഈ 12 മണിക്കൂർ, അതായത് 2020 ഈ കോഡ് പാർലമെന്റിൽ പാസ്സായതിനു ശേഷം 2021 തന്നെ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് KSRTCയിൽ 12 മണിക്കൂർ കൊണ്ടുവരാനുള്ള ചർച്ച നടത്തി. അന്ന് BMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ അങ്ങ് ആയിരിക്കും ഇന്ത്യയിൽ ആദ്യമായി 12 മണിക്കൂർ നടപ്പാക്കിയ മുഖ്യമന്ത്രി എന്ന പേരുഘോഷം അങ്ങേക്ക് വരാൻ പോവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 12 മണിക്കൂർ നടപ്പാക്കരുത് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുകൊണ്ട് കേരളത്തിൽ വാസ്തവത്തിൽ ഇപ്പൊ തന്നെ 12 മണിക്കൂറുണ്ട്. ഉദാഹരണം,
രാവിലെ 8 മണിക്ക് ജോലി സ്ഥലത്ത് വരുന്ന ഒരു സ്ത്രീ തൊഴിലാളി ടെക്സ്റ്റൈൽസിൽ രാത്രി 8 മണി വരെ ജോലി ചെയ്യണം. ഇതേ കേരളത്തിൽ. അതുപോലെ പല മേഖലയിലും ഇന്ന് 12 മണിക്കൂർ കേരളത്തിലുണ്ട്. എന്തിനധികം പറയുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിലെ പല വിഭാഗം തൊഴിലാളികൾക്കും 12 മണിക്കൂർ ജോലി സമയമാണ്. എന്നാൽ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തില് വ്യാഖ്യാനിച്ച് കുഴപ്പമാക്കുകയാണ്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ 48 മണിക്കൂറിലധികം ജോലി സമയം പാടില്ല എന്നാണ്. അത് തെറ്റായ വ്യാഖ്യാനമാണെന്നാണ് എന്റെ പക്ഷം. ഡോക്ടർ മേരി ജോർജ്, ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. ആ അവകാശവാദത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ആ അവകാശവാദത്തില് സാധാരണ നിലയില് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ കോഡ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി കൂടുതൽ വിദേശ മൂലധനവും സ്വദേശ മൂലധനവും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും. അതായത് വ്യാവസായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകും എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. അപ്പൊ ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് അതിന് ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റീറ്റെയിൽ പ്രൈസസിനെ പറ്റി ഗവൺമെന്റ് നടത്തിയ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ കൊണ്ടുവന്ന ആ സ്ഥിതി വിവര കണക്കുകൾ തെറ്റായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു IMF. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഉദാഹരണം മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞല്ലോ ഇതിന്റെ ഗുണങ്ങളെ പറ്റി. ഞാൻ അതിലേക്കൊന്ന് വന്നോട്ടെ മിസ്റ്റർ ജെയിംസ്. അതായത് എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞ വേതനം ഉറപ്പാക്കുന്നു. പക്ഷെ അത് ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല. കുറഞ്ഞ വേതനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് SP മുഖർജി കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ SP മുഖർജി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതായത് മിനിമം വേതനം എത്രയാണെന്ന് അറിയാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് മാന്യമായ വേതനമാണെന്ന്? വെറുതെ മിനിമം വേതനം കൊടുത്തത് കൊണ്ടായില്ല. അത് മാന്യമായ വേതനമാണെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകരിക്കാം. അത് ലേബർക്ക് സുരക്ഷിതത്വം നൽകുന്നു അല്ലെങ്കിൽ അന്തസ് നൽകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് SP മുഖർജിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് മിനിമം വേതനം എത്രയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ ഇന്ത്യയിൽ മിനിമം വേതനം വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. അതിന്റെ എക്സാമ്പിൾ തേടി വേറെ എവിടെയും പോകണ്ട. ബീഹാറിൽ നിന്ന് ഇപ്പൊ എങ്ങനെയാണ് നരേന്ദ്രമോദി പാർട്ടി ജയിച്ചത്? അവിടെ ബീഹാറിലെ പോപ്പുലേഷന്റെ എന്താ പറയുക 891 പെണ്ണുങ്ങൾക്ക് 1000 പുരുഷന്മാരാണ് ബീഹാറില്. അങ്ങനെയുള്ള, അതായത് സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലും, അങ്ങനെയുള്ള സംസ്ഥാനത്ത് നിന്ന് പുരുഷന്മാരൊക്കെ കേരളം പോലെയുള്ള മാന്യമായ വേതനമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയി. അങ്ങനെയാണ് അവിടെ ജീവനോപാധി നടത്തുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? 10,000 രൂപ വീതം സ്ത്രീകൾക്ക് കൊടുത്തു. അങ്ങനെ സ്ത്രീകൾക്ക് കൊടുത്താണ് ഇപ്പൊ BJP സഖ്യം അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ളത്. മറിച്ച് യഥാർത്ഥത്തിൽ മാന്യമായ വേതനം ബീഹാറിൽ ഉണ്ടെങ്കിൽ ബീഹാറിലെ പുരുഷന്മാർ ബീഹാറിൽ പണി ചെയ്യും, കേരളത്തിലേക്ക് വരില്ല. അതുപോലെ ബംഗാളിലെ പുരുഷന്മാർ ബംഗാളിൽ പണി ചെയ്യും. പിന്നെ മിസോറാമിലെ പുരുഷന്മാർ മിസോറാമിൽ ചെയ്യും. അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്തെയും പുരുഷന്മാർ അവിടെ തന്നെ ജോലി ചെയ്യും. മിനിമം വേതനം മോശമായതുകൊണ്ടാണ് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നത്, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ. അപ്പം ഈ പറയപ്പെട്ട മിനിമം വേതനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഏറ്റവും മോശമായ വേതനമാണ്. കേരളം പോലെ വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രം, കേരളത്തിൽ വളരെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദയിൽ വലിയ തരത്തിലുള്ള വേതന സുരക്ഷ നൽകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഈ മിനിമം വേതനം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മാന്യമായ, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കോഡ് അനുസരിച്ച്, കൺവെൻഷൻ തീർപ്പ് അനുസരിച്ച് മാന്യമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്, തൊഴിലാളിക്ക് ലഭിക്കുന്നത് എങ്കിലും ഓക്കെ. ഇപ്പൊ നേരത്തെ മിസ്റ്റർ ജെയിംസ് തന്നെ പറഞ്ഞതുപോലെ 12 മണിക്കൂർ ജോലി, അതെ ശരിയാണ്. ടെക്സ്റ്റൈൽസ് പോലെയുള്ള ഏത് ഷോപ്പിലാണെങ്കിലും മിക്കവാറും സ്ത്രീകളും പുരുഷന്മാരും 12 മണിക്കൂർ ജോലി ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് എന്ത് വേതനമാണ് കിട്ടുന്നത്? അവർക്ക് മിനിമം വേതനം കിട്ടുന്നില്ല. അവർക്ക് മിനിമം വേതനം ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ തരക്കേടില്ലാത്ത വേതനം കാണും. പക്ഷെ അവർക്കും
കേരളത്തിൽ പോലും 1250 1500 ഈ പറയപ്പെട്ട പിന്നെ ഷോപ്പുകളിലൊക്കെ 12 മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അനുസരിച്ച് അതിനൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 800 രൂപയൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത് 12 മണിക്കൂർ ജോലി. അപ്പം ഈ പറയപ്പെട്ട അതായത് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് തന്നെ ഇതാണ്, മിനിമം വേതനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിക്സ് ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷെ അത് എത്ര എന്ന് അറിഞ്ഞാലേ നമുക്കത് മാന്യമായ വേതനമാണ് എന്ന് പറയാൻ പറ്റൂ. പിന്നെ ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള കാലഘട്ടം പണ്ട് ഇതുവരെ 1 വർഷമായിരുന്നു. 5 വർഷമായിരുന്നു. 5 വർഷം തുടർച്ചയായിട്ട് അതിപ്പോ 1 വർഷമാക്കി കുറച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നൈസ്. അത് തീർച്ചയായിട്ടും തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്ന അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ തൊഴിൽ അവകാശം, രാത്രിയിലൊക്കെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഗിഗ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അവരെയൊക്കെ എന്താണ് ഈ യൂണിയൻ അകത്ത് ചേർത്തു എന്നുള്ളതും അവർക്കും ഒക്കെ ഈ ഗ്രാറ്റുവിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ അവകാശമായി വരും എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതേ സമയത്ത് ശ്രീ കെ എൻ ഗോപിനാഥ്, പുതിയ നിയമങ്ങൾ പണിമുടക്കുകൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ തൊഴിലാളി യൂണിയനുകൾ എതിർക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം നേരിടുന്നത്? പറയുന്നതിന് മുമ്പ് ഒന്ന് BMS-ന്റെ എന്റെ സുഹൃത്ത് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് മുഴുവനും അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ്. അവര് വാസ്തവത്തിൽ BMS എന്ന് പറയുന്ന യൂണിയനാ. സജീനാരായണനാണെങ്കിലും ബ്രിജേഷ് ഉപാധ്യായയുടെ കാലത്താണെങ്കിലും BMS നഗശികാന്തൻ ഈ ബോർഡുകളെ എതിർത്തിരുന്നു. ഇപ്പൊ BMS-ന്റെ അഖിലേന്ത്യാ നേതൃത്വം ഈ 4 ബോർഡുകളും നടപ്പാക്കിയപ്പോ പ്രധാനമന്ത്രി നരേന്ദ്ര പ്രത്യേകമായി ഒരു തൊഴിലാളി ചരിത്ര നേട്ടം എന്നാ പറഞ്ഞത്. എന്ത് ചരിത്ര നേട്ടമാണ്? ഇനി നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും മാഡം കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെസ്പ്യൂട്ട് ആക്ടിന്റെ കവറേജിൽ നിന്ന് പരമാവധി തൊഴിലാളികളെ, കോടിക്കണക്കിന് തൊഴിലാളികളെ ഒഴിവാക്കുകയാണ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ടത്. ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ മറുപടി. അല്ല, ശ്രീ കെ എൻ ഗോപിനാഥ് പറഞ്ഞതില് ചില കാര്യങ്ങള് BMS അംഗീകരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കോഡുകൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. നമ്മുടെ പ്രധാന വിഷയം എന്താന്ന് ചോദിച്ചാല്, ഈ കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം BMS അന്ന് നിന്നും എടുത്ത നിലപാട് ഒന്നാണ്. BMS ഈ 2 കോഡുകളെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. കാരണം എന്താ, 60 കോടി തൊഴിലാളികൾ കേവലം 7% മാത്രമേ മിനിമം വേജ് ലഭ്യമാവുന്നുള്ളൂ. 75-ന് ശേഷം, അതായത് 939 കോൺഗ്രസിന്റെ അന്നത്തെ ദേശീയ സമിതിയിൽ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു ആവശ്യമായിരുന്നു, VV ഗിരികൊണ്ടുന്ന പ്രമേയമായിരുന്നു, തൊഴിലാളികൾക്ക് ലിവിംഗ് വേജസ് കൊടുക്കണം. അത് പിന്നീട് നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊണ്ടുവരേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് ഫെയർ വേജസ്. വീണ്ടും നടപ്പാക്കിയപ്പോ മിനിമം വേജ് ആയി. അപ്പൊ ഈ മിനിമം വേജ് 75 വർഷങ്ങൾക്ക് ശേഷം കേവലം 7%, 7% തൊഴിലാളികൾക്ക് കിട്ടുന്നുള്ളൂ. നേരത്തെ മേരിമാൻ പറഞ്ഞതുപോലെ കേരളത്തില് സാമാന്യന ചെറിയ രീതിയിലുള്ള വേതനങ്ങൾ കിട്ടുന്നുണ്ട്, ശരിയാണ്. അപ്പൊ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അങ്ങനെ വരുമ്പോ രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് ഈ ഷെഡ്യൂൾ, നോൺ ഷെഡ്യൂൾ എന്ന വ്യത്യാസമില്ലാതെ മിനിമം വേജ് കിട്ടുന്നു എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കോഡിനകത്ത് കോഡ് നമുക്കെല്ലാം ലഭ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വേണ്ടി ഒന്നും നിരത്താൻ കഴിയില്ല. മറ്റൊന്ന്, ഇന്നലെ വരെ ഈ ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ടായിരുന്നു. അത് തൊഴിലാളിക്ക് ബോണസ് കിട്ടിയില്ല എങ്കിൽ അത് കിട്ടിയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത തൊഴിലാളിക്കായിരുന്നു. ഇന്നത്തെ പുതിയ കോഡില് ആ ബോണസ് കൊടുത്തു എന്ന് തെളിയിക്കാനുള്ള ബാധ്യത മാനേജ്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മറ്റൊന്ന്, ഇന്നലെ വരെ ഇവരുടെ ശമ്പളം വലിയ ശമ്പളമായിരിക്കും, പക്ഷെ അടിസ്ഥാന ശമ്പളം വളരെ കുറവായിരിക്കും. അടിസ്ഥാന ശമ്പളം വളരെ നാമമാത്രമായി കൊടുത്തുകൊണ്ട് മറ്റുള്ളതെല്ലാം അലവൻസ് ആക്കി മാറ്റുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേജ് അദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റിയിൽ ഇത് കവർ ചെയ്യപ്പെടുന്നില്ല. ഈ കോഡ് ഓൺ വേജസിലൂടെ ഒരാൾ വാങ്ങിക്കുന്ന ശമ്പളത്തെ എത്രയാണെങ്കിലും അതിന്റെ 50% അടിസ്ഥാന ശമ്പളമാക്കണം, ആയിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവരികയാണ്. അതുപോലെ ഇന്നലെ വരെ
ഒരു കരാർ തൊഴിലാളിയെ സംബന്ധിച്ച് ആ കരാർ തൊഴിലാളിക്ക് ബോണസ് കിട്ടേണ്ടത് ബോണസ് സമയത്ത് പ്രിൻസിപ്പൽ എംപ്ലോയറും കരാറുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടില്ല, ബോണസ് കിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ പ്രിൻസിപ്പൽ എംപ്ലോയർ ആ ബോണസ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന നിയമം കൊണ്ടുവരുന്നു. തൊഴിലാളിക്ക് ശമ്പളം എന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല. നമുക്കറിയാം പല സ്ഥാപനങ്ങളുടെ അവസ്ഥ. ഇന്നിപ്പോ ഈ കോഡ് ഓൺ വേജസ് 7-ാം തീയതി ശമ്പളം കൊടുത്തിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവരുന്നു. മറ്റൊന്ന്, ഒരു രേഖാമൂലമായ കത്തിലൂടെ നിയമനങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം കൊണ്ടുവരുന്നു. അപ്പോ അങ്ങനെ പരിശോധിച്ചാൽ ഈ കോഡ് ഓൺ വേജസിനെ BMS അന്നും ഇന്നും അനുകൂലിക്കുമ്പോ സുപ്രധാനമായ പല തീരുമാനങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും വേഗമായ ഒരു ആർഗ്യുമെന്റ് അല്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ഇതിനകത്ത് ഇതില് വ്യക്തത കുറവുണ്ട്, ഇത് സുതാര്യമല്ല എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചും വ്യക്തതയില്ല. ഞാനത് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് മിനിമം വേജസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കോഡ് ഓൺ വേജസിൽ കൃത്യമായി പറയുന്നുണ്ട് ത്രികക്ഷി സംവിധാനം രാജ്യത്ത് കൊണ്ടു. ഇന്ന് അങ്ങനെ സംവിധാനം ഇല്ല. അപ്പൊ രാജ്യത്ത് മാനേജ്മെന്റിന്റെയും ട്രേഡ് യൂണിയനെയും ഗവൺമെന്റും കൂടെ ചേരുന്ന ഒരു ത്രികക്ഷി സംവിധാനം കൊണ്ടുവരികയും ആ സംവിധാനം നേരത്തെ മേരി മാഡം പറഞ്ഞതുപോലെ ആ സംവിധാനം കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് മിനിമം വേജസ് നിശ്ചയിക്കേണ്ടതിനെ സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ നിൽക്കൊണ്ടൂടെ. ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായ ഒരു ദേശീയ മിനിമം വേജസ് വരും. മിനിമം വേജസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്താകമാനമായി 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവിടെ സ്റ്റേറ്റ് പ്രാദേശിക മിനിമം വേജസ് അഡ്വൈസറി ബോർഡുമാണ്. ഇപ്പൊ കേരളത്തിൽ മിനിമം വേജസ് അഡ്വൈസറി ബോർഡുണ്ട്. അപ്പൊ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് നാഷണൽ മിനിമം വേജസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ കുറഞ്ഞ വേതന ഒരു സംസ്ഥാനത്തും കൊടുക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥ വരുന്നത് ഏറ്റവും അഭികാമ്യമാണെന്നാണ് എന്റെ പക്ഷം. ശ്രീ KN ഗോപിനാഥ് പറഞ്ഞതില് ഞാൻ യോജിക്കുകയാണ്. ചില കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. IR കോഡിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. IR കോഡിനെ സംബന്ധിച്ച് 12 എതിർപ്പുകൾ BMS രേഖാമൂലം കൊടുത്തു. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. BMS അവിടെ ഫ്ലാറ്റൻഡ് ആയിട്ട് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുകയല്ല ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ ട്രേഡ് യൂണിയനുകൾ ആ ഐക്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇതിൽ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ നിലപാട് ട്രേഡ് യൂണിയൻ എടുക്കുകയാണ്. ഉദാഹരണം AITU's അഖിലേന്ത്യാ സമ്മേളനത്തിൽ അവരുടെ പ്രധാന പ്രമേയം പറയുന്നത് we want to pull down the BJP RSS led Modi government. For that we have to propagate against the EVM machine and we want to bring back the ballot paper. ഇതാണ് ഒരു ട്രേഡ് യൂണിയൻ നിലപാട്. അപ്പൊ CITUവിനെ സംബന്ധിച്ചാണെങ്കിലും AITUS സംബന്ധിച്ചാണെങ്കിലും മറ്റു ട്രേഡ് യൂണിയനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ പൊളിറ്റിക്സ് ആയിട്ട് എല്ലാം കാണാൻ ശ്രമിക്കുകയാണ്. BMS അങ്ങനെയല്ല. ഈ കോഡ് ഓൺ വേജസിനെ സംബന്ധിച്ചും സോഷ്യൽ സെക്യൂരിറ്റി സംബന്ധിച്ചും ഉദാഹരണം ESI ഇന്നലെ വരെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നില്ല. ആ പ്ലാന്റേഷൻ സെക്ടറിലെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് നാളെ ESIയുടെ പരിരക്ഷ കിട്ടാൻ പോവുകയാണ്. കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പ്ലാറ്റ്ഫോം ഗിഗ് വർക്കേഴ്സിന് കിട്ടാൻ പോവുകയാണ്. അപ്പൊ ESIയുടെ മാത്രമല്ല, ഇപ്പൊ ESIയുടെ ഒരു കവറേജ് വ്യാപിപ്പിക്കുകയാണ്. ഒരു തൊഴിലാളിയാണെങ്കിൽ പോലും ആ തൊഴിലാളിയുടെ ESI അടയ്ക്കുന്നില്ല എങ്കിൽ ആ തൊഴിലാളി ചികിത്സ തേടി ESIയിൽ പോയാൽ ആ തൊഴിലാളിക്ക് ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമല്ല മാനേജ് അടയ്ക്കാത്ത മാനേജിന്റെ മുകളിൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. അപ്പൊ ഇവിടെ ശരിയായ ചില കാര്യങ്ങൾ വരുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കോഡിനെ സംബന്ധിച്ചും കോഡ് ഓൺ വേജസിനെ സംബന്ധിച്ചും ശരിയായ നിലപാട് വരുമ്പോൾ അതിന് പിന്തുണയ്ക്കാതെ അവിടെ മൊത്തം രാഷ്ട്രീയം കാണുകയാണ്. ഇവിടെയാണ് BMS വിയോജിപ്പ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, ഈ നിയമവ്യവസ്ഥ ലളിതവൽക്കരിക്കുന്നത് വഴി പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുമോ? ഈ നിയമവ്യവസ്ഥ, അതായത് തൊഴിലാളി ഇപ്പൊ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും അതുപോലെ മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞതിലൊക്കെയുള്ള വാസ്തവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ കോഡുകളില് മാന്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, വേണ്ടിടത്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഇവരാരും പറയാത്ത ഒരു കാര്യവും കൂടി ഞാൻ പറയാം. 51% തൊഴിലാളികൾ ചേർന്നാൽ മാത്രമേ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നാണ്. അത് മാത്രവുമല്ല, സമരാഹ്വാനം പെട്ടെന്ന് ഓൾ ഓൺ എ സഡൻ, അതായത് മിന്നൽ പണിമുടക്ക് പാടില്ല. 14 ദിവസം മുൻപേ പണിമുടക്കിനുള്ള ആഹ്വാനം കൊടുക്കാതെ മിന്നൽ പണിമുടക്ക് നടത്തുന്ന പക്ഷം അങ്ങനെ പണിമുടക്കുന്ന തൊഴിലാളികളെ 1 മാസത്തേക്ക് തടവിൽ പാർപ്പിക്കുമെന്നും
50,000 രൂപ പിഴ ഈടാക്കുമെന്നും ഒക്കെ ഇതിനകത്ത് നിയമങ്ങളുണ്ട്. അതൊക്കെ തൊഴിലാളി വിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. ഇപ്പൊ നമ്മുടെ മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ഭരണമല്ല എന്നുണ്ടെങ്കിലും മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോലും അതിനെതിരായിട്ട് നിൽക്കും. ഞാനിപ്പോ ഒരു പാർട്ടി ഈ പറയപ്പെട്ട ഒരു തൊഴിലാളികളുടെയും കൂട്ടത്തിലുള്ളതല്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ തൊഴിലാളി വിരുദ്ധമാണെന്ന്. അതേ സമയത്ത് തന്നെ ഞാൻ പറയുകയാണ്, ഈ പറയപ്പെട്ടതിലെ ഒരുപാട് നല്ല കോഡിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഗിഗ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അവരൊക്കെ ഇതിനകത്ത് വരുന്നു, അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നു, അവർക്കും വേണമെങ്കിൽ സമരം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത്തരം വർക്കേഴ്സൊക്കെ അത്ര അസഹനീയമായ ദുസ്സഹമായ സാഹചര്യങ്ങളിലാണ് ഇപ്പൊ മുമ്പോട്ട് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ പിന്നെ അതായത് അത് മാത്രവുമല്ല, ഇവിടെ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് വിമർശനമായിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഈ ഒരു ഇഷ്യൂ ഒരു തൊഴിലാളി മേഖലയിൽ, അതായത് ഒരു കമ്പനിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് തൊഴിൽ വകുപ്പ്, ആ സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് ഇടപെടാതെ തന്നെ ആ കമ്പനിക്ക് തന്നെ അതിന് പരിഹാരം കാണാമെന്ന്. അതൊരിക്കലും നല്ലതല്ല. കമ്പനി കാണുന്ന പരിഹാരം എന്ന് പറയുന്നത് കമ്പനിയുടെ സൗകര്യാർത്ഥം, കമ്പനിയുടെ ലാഭം നോക്കിക്കൊണ്ടായിരിക്കും പരിഹാരം കാണുന്നത്. അതേ സമയത്ത് തൊഴിൽ വകുപ്പിന് ഇടപെടാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് തൊഴിലാളി സൗഹൃദമായിട്ടായിരിക്കും അതിന് പരിഹാരം വരിക. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുകയാണ് ഈ പറയപ്പെട്ട കോഡുകളൊക്കെ നന്നായിട്ട് നടപ്പിലാക്കുക. അതായത് ഇപ്പോ ഈ തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ തൊഴിൽ കോഡ് നടപ്പിലാക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് നന്നായിരിക്കും. അപ്പൊ തൊഴിലാളി സൗഹൃദമായിട്ട് വരുമ്പോഴുണ്ടല്ലോ, ആരെങ്കിലും പെട്ടെന്ന് വിളിച്ച് സമരത്തിന് വരാൻ പറഞ്ഞാൽ പോകാൻ തൊഴിലാളി കാണില്ല. മാന്യമായ വേതനം കിട്ടുന്നു, മാന്യമായ സൗകര്യങ്ങളുണ്ട്, പിന്നെ എന്തിന് ഞാൻ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുന്നു എന്ന ആറ്റിറ്റ്യൂഡ് തൊഴിലാളികൾ, അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നന്നാകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യാവസായിക അന്തരീക്ഷം ഇതിനേക്കാളൊക്കെ നന്നാവും. കേരളത്തിൽ പോലും പുതിയ വ്യവസായങ്ങൾ വരും, അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ വരുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമ്പോഴേക്കും ഈ ലേബർ കോഡ് കൊണ്ടുവന്നു. ഇത് 2019-ലും 2020-ലുമാക്കി കൊണ്ടുവന്ന ലേബർ കോഡുകൾ ഇപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്നത്. എന്തിനാണ് ഇപ്പൊ അന്ന് എന്തിനാണ് ഈ കോഡ് കൊണ്ടുവന്നത്? 2019-ല് അന്നൊരു ലോകസഭാ ഇലക്ഷനിലേക്ക് പോവുകയായിരുന്നു. ഇപ്പൊ എന്തിനാ ഇത് എല്ലാം കൂടെ നടപ്പിലാക്കുമെന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ കുറെ സംസ്ഥാനങ്ങളിലെ അസംബ്ലി ഇലക്ഷൻ, ഇതൊക്കെ വരികയാണ്. അപ്പൊ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ സോപ്പിടാൻ വേണ്ടി കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് ഇവയെങ്കിൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നന്നാവുകയോ നമ്മുടെ GDPയുടെ ഗ്രോത്തിനെ ഇത് സഹായകമാവുകയോ ചെയ്യുകയില്ല. അതേ സമയത്ത് നിറഞ്ഞ മനസ്സോടെ ഈ 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു വികസിത ഭാരതമായി മാറണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ കോഡുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ അത് തൊഴിലാളികളുടെ താല്പര്യത്തോടു കൂടി തൊഴിലാളികൾ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട്, കാരണം അല്ലെങ്കിൽ മിസ്റ്റർ ജെയിംസ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? ഇപ്പൊ ലോകത്തെ 80% തൊഴിലാളികളും അഫക്റ്റഡ് ആണ് ഇത്തരം തൊഴിൽ കോഡുകൾ കൊണ്ട്. അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു G20 രാജ്യങ്ങളുടെ ഒരു സംഘടന നടത്തിയ ഒരു പഠനം, ആ പഠനം കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് മുഴുവനും തൊഴിലാളി വിരുദ്ധമായിട്ടും പ്രോ കോർപ്പറേറ്റ് ആയിട്ടുമാണ് മൂലധനവും അതുപോലെ GDP ഗ്രോത്തും മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തൊഴിലാളികളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പഠനം. വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കും ആ പഠനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ തൊഴിലാളികളുടെ കൂടെ നിൽക്കണം. അതാണ് ആവശ്യം. കാരണം ലോകത്തെ 80% പോപ്പുലേഷനാണ് തൊഴിലാളികൾ. അവർക്കില്ലാത്ത സൗകര്യം മറ്റാർക്കാണ് വേണ്ടത്?